ഇന്ത്യയിൽ വലിയ ക്യാൻവാസിൽ വലിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരേ ഒരു സംവിധായകനേ ഉള്ളൂ. അത് സാക്ഷാൽ രാജമൗലിയാണ്. രാജമൗലി ഒരുക്കാൻ പോകുന്നതും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലെ വിസ്മയങ്ങൾ കേട്ടാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. അതുപോലുള്ള കാര്യങ്ങളാണ് രാജമൗലി ഒരുക്കുന്നത്. ഒരിക്കൽ പോരാ, അത് സ്ക്രീനിലെത്തിക്കുമ്പോൾ വിസ്മയം തീർക്കുക എന്നതുകൂടി ഉണ്ടല്ലോ. അതിൽ 100% വിജയിക്കുന്ന സംവിധായകനുമാണ് രാജമൗലി. അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ പിറന്ന പല സിനിമകളും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാണ്. ആ ചിത്രങ്ങൾക്ക് അടുത്ത ഭാഗം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ 10 മടങ്ങ് ആവേശമാണ് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതും. സാക്ഷാൽ ബാഹുബലിയുടെ 3ാം വരവിനെ കുറിച്ച് പറഞ്ഞ ആ വിസ്മയിക്കുന്ന കാര്യം. ഈ വിസ്മയം ഉണ്ടാകുമ്പോൾ മലയാളി പ്രേക്ഷകർക്കും സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. രാജമൗലി തന്റെ സ്വപ്ന ചിത്രമായ മഹാഭാരതം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തു. അതിലേക്ക് അന്നു മുതലേ ചർച്ചകളിൽ വന്ന കാര്യമാണ് ഓരോ ഇൻഡസ്ട്രിയിലെയും പ്രമുഖരായ താരങ്ങൾ രാജമൗലിയുടെ സംവിധാനത്തിൽ എത്തുക എന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാചാലനായി സംസാരിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ആ ചിത്രത്തിലേക്ക് മോഹൻലാലിന്റെ വരവിനെ കുറിച്ചും ബാഹുബലി എന്ന ചിത്രത്തിൽ പോലും മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. മോഹൻലാലിനെ നായകനായി ഒരു സിനിമ എടുക്കാനിരുന്ന രാജമൗലിയാണ് ബാഹുബലിയിലേക്കും മോഹൻലാലിനെ കൊണ്ടുവരാൻ ഇരുന്നത്. എന്നാൽ ഇതൊന്നും നടന്നില്ലെങ്കിലും അങ്ങനെയുള്ള നീക്കങ്ങൾ രാജമൗലിയിൽ നിന്നും ഉണ്ടായതാണ്. ഇനിയൊരു ബൃഹത്തായ ചിത്രം വന്നാൽ എന്തായാലും ഉറപ്പിക്കാം മോഹൻലാലിന്റെ സാന്നിധ്യം രാജമൗലി ചിത്രത്തിൽ ഉണ്ടാകുമെന്നത്. അത് ബാഹുബലി 3 ആയാലോ സംഭവിച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ചിത്രങ്ങളുടെ അടുത്ത വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നതും. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ വലിയൊരു നാഴികക്കല്ലായി മാറിയ സിനിമയാണ് SS രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസി. മേക്കിങ്ങിലും പ്രമേയത്തിലും മാത്രമല്ല, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ ചരിത്രം കുറിച്ച ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം വരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറയുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെ ബാഹുബലി ദ ടോർച്ച് ബെയറർ എന്ന ഡോക്യുമെന്ററിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രഭാസ്, റാണ ദഗപതി, അനുഷ്ക ഷെട്ടി എന്നിവർ ഉൾപ്പെടുന്നതാണ് ഡോക്യുമെന്ററി. ഇതിലെ അവസാന ഭാഗത്തെ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും. വൈറലായ ക്ലിപ്പിൽ ലോകം ഇതുവരെ തയ്യാറായിട്ടില്ലായിരിക്കാം, പക്ഷേ ബാഹുബലി ഉണ്ടാകും എന്ന് റാണ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പ്രഭാസ് പുഞ്ചിരിച്ചുകൊണ്ട് 3 വിരലുകൾ ഉയർത്തുന്നത് കാണാം. ഇതോടെ അനുഷ്കയും റാണയും പ്രഭാസിന്റെ കൈപിടിച്ച് താഴ്ത്തുന്നുണ്ട്. പിന്നാലെ ദി ലെഗസി കണ്ടിന്യൂസ് എന്നെഴുതി കാണിക്കുന്നുമുണ്ട്. പിന്നാലെ ബാഹുബലി 3 ഉണ്ടാകുമെന്ന നിഗമനത്തിൽ സിനിമാസ്വാദകർ എത്തിക്കഴിഞ്ഞു. എന്നാൽ നിർമ്മാതാക്കളിൽ നിന്നോ രാജമൗലിയിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാഹുബലി ദി ടോർച്ച് ബെയറർ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 4 എപ്പിസോഡുകളാണ് ഡോക്യുമെന്ററിക്ക് ഉള്ളത്. ബാഹുബലി ഫ്രാഞ്ചൈസികൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അവ എങ്ങനെയാണ് ആഗോള വിജയമാകുന്നതെന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലെ ദൃശ്യങ്ങളും അഭിനേതാക്കളുമായുള്ള സംഭാഷണങ്ങളും സെറ്റിലെ നിമിഷങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2015 ബാഹുബലി ദ ബിഗിനിങ് റിലീസ് ചെയ്യുന്നത്. പ്രഭാസ്, റാണ ദഗപതി, തമന്ന ഭാട്ടിയ, അനുഷ്ക ഷെട്ടി തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സത്യരാജ്, നാസർ, രമ്യ കൃഷ്ണൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. തെലുങ്ക്, തമിഴ് ഭാഷകളിലായി ചിത്രീകരിച്ച ബാഹുബലി മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ മൊഴിമാറ്റിയും പ്രദർശനത്തിന് എത്തി. 650 കോടിയായിരുന്നു ഫൈനൽ കളക്ഷൻ. പിന്നീട് 2017 ചിത്രത്തിന്റെ 2ാം ഭാഗം ബാഹുബലി ദ കൺക്ലൂഷൻ റിലീസ് ചെയ്തു. വൻ ഹിറ്റായി മാറിയ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ 1700 കോടിക്ക് മുകളിലായിരുന്നുവെന്ന് അന്നത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും ബാഹുബലിയുടെ 3ാം പാർട്ട് വരുമ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെയാണ് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ വരവിനെ ആകാംക്ഷയോടെ കാണുന്നതും. ഇപ്പോഴിതാ രാജമൗലി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ പോലും മലയാളത്തിന്റെ സാന്നിധ്യമായി പൃഥ്വിരാജ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രം പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ബാഹുബലിയിലെ യുദ്ധരംഗങ്ങൾ പ്രേക്ഷകർക്ക് വലിയ അനുഭവമായിരുന്നു. അവിടെ കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പവും മിഴിവുമുള്ള യുദ്ധരംഗങ്ങളാകും രാജമൗലി വാരണാസിയിൽ സൃഷ്ടിക്കുക എന്നതാണ് പുതിയ വിവരം. ചിത്രത്തിലെ ഒരു യുദ്ധരംഗം സൃഷ്ടിക്കാനായി 3500 ജൂനിയർ ആർട്ടിസ്റ്റുകളെയാണ് രാജമൗലി ഉപയോഗിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിനുവേണ്ടി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തയ്യാറെടുപ്പുകളിലാണ് ടീം. എന്നാൽ ചിത്രീകരിക്കുന്നതിന്റെ 10 മടങ്ങ് വലിപ്പമുള്ള രംഗങ്ങളാകും ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുക. വിഷ്വൽ എഫക്ട്സിന്റെ സഹായത്തോടെ ഇത് 50,000 പടാളികളാകും സ്ക്രീനിൽ എത്തുക എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധരംഗങ്ങളിൽ ഒന്നായി ഇത് മാറും. ഒരു മിത്തോളജിക്കൽ ആക്ഷൻ അഡ്വഞ്ചർ ആകും വാരണാസി എന്നാണ് കരുതപ്പെടുന്നത്. വ്യത്യസ്ത ടൈം ലൈനുകളിലൂടെയുള്ള നായകന്റെ സഞ്ചാരമാകും ചിത്രം. മഹേഷ് ബാബു രുദ്ര എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ പ്രിയങ്ക ചോപ്ര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മന്ദാകിനി എന്നാണ്. കുംഭ എന്ന കഥാപാത്രം ഒരുക്കി ഏറ്റവും ഇമ്പോർട്ടന്റ് കഥാപാത്രമായി പൃഥ്വിരാജും ഈ ചിത്രത്തിൽ എത്തുകയാണ്. പൃഥ്വിരാജിന് ഇതുവരെ ലഭിച്ച അഭിനയാവസരങ്ങളിൽ ഏറ്റവും വലുതാണ് ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബാഹുബലി 3 തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്ന് വേണമെങ്കിലും പറയാം. അതിലേക്ക് മോഹൻലാൽ കൂടി എത്തിയാലോ, എന്നാൽ ഞെട്ടിക്കും.